സംസ്ഥാന ബജറ്റിൽ സമ്മിശ്ര പ്രതികരണങ്ങളുമായി ജനം. ബജറ്റിൽ നികുതി വർദ്ധിപ്പിക്കാത്തത് ആശ്വാസകരമാണെന്നും എന്നാൽ അന്യായമായി പിഴ ചുമത്തുന്ന നടപടി തടയാൻ ഇടപെടാത്തത് നിരാശാജനകമാണെന്നും ചെറുകിട വ്യാപാരികൾ പ്രതികരിച്ചു. ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾക്ക് കൂടുതലായി പണം വകയിരുത്തിയതിനെ സ്വാഗതം ചെയ്ത പൊതുജനങ്ങൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് ശരിയായില്ലെന്ന നിലപാടും പങ്കുവച്ചു. കോഴിക്കോട് നിന്നും റിയാസ് KMR തയ്യാറാക്കിയ റിപ്പോർട്ട്. കാര്യമായ നികുതി നിർദ്ദേശങ്ങളില്ലാതെ പുതിയ ബജറ്റ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ എന്താണ് ജനങ്ങളുടെ പ്രതികരണം, പ്രത്യേകിച്ച് വ്യാപാരികൾ, ഒപ്പം തന്നെ മറ്റ് സാധാരണക്കാരായ ജനങ്ങളൊക്കെയുള്ള ആളുകളുടെ പ്രതികരണം തേടി ഞങ്ങൾ കോഴിക്കോടിന്റെ തെരുവീഥികളിലേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയാണ് ഈ ബജറ്റിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ താങ്കൾ കാണുന്നത്? ഈ ബഡ്ജറ്റിന് വളരെയേറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നതാണ്. പക്ഷേ വർധനവൊന്നുമില്ലെങ്കിലും തീർത്തും നിരാശാജനകമാണ്. ഈ ബഡ്ജറ്റിലൊന്നും വർധനവില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒന്നും കുറച്ചിട്ടുമില്ല. പലതരത്തിലും ഇപ്പോൾ പെട്രോളിന്റെ സെസ് അത് നമുക്കറിയാം അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ചെറുകിട വ്യാപാര മേഖല ഏറെ കാലമായി നേരിട്ടിരിക്കുന്ന ഈ ആംനസ്റ്റി അത് ഞങ്ങൾ പലതരത്തിലും ഞാൻ തന്നെ നേരിട്ട് മന്ത്രി ബാലഗോപാൽ സാറിന് അത് കൊടുത്തതാണ്. പക്ഷെ ഇന്നിപ്പോൾ അത് 50,000 രൂപ വരെയുള്ള ബാധ്യതകൾ ഒഴിവാക്കാമെന്നാണ് മന്ത്രി ഇന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പൊതുവെ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ വ്യാപാരികൾക്കിടയിൽ കൃത്യമായ രീതിയിൽ ബജറ്റ് കാണുകയും ബജറ്റിന്റെ വിശേഷങ്ങൾ അറിയുകയും ചെയ്യുന്ന ഒരു വ്യാപാരിയാണ് ഇപ്പോൾ എന്റെ കൂടെയുള്ളത്. TK സുരേന്ദ്രൻ. അദ്ദേഹം സ്വർണ്ണ വ്യാപാരിയാണെങ്കിൽ കൂടി മറ്റ് ചെറുകിട വ്യാപാര രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായി ബജറ്റ് കാണുന്ന ഒരാളാണ്. സുരേന്ദ്രട്ട, ഇത്തവണയും ബജറ്റ് കണ്ടില്ലേ അല്ലേ? കണ്ടു. അപ്പോ ഈ ബജറ്റ് കണ്ട സമയത്ത് എങ്ങനെ തോന്നി? അതായത് ചോദ്യമല്ല, എങ്ങനെ തോന്നി എന്നുള്ളതാണ്. അല്ല, സാധാരണ ഇലക്ഷന്റെ മുമ്പ് വരുന്നൊരു ബഡ്ജറ്റ് എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും. എന്നാലും വ്യാപാരികളുടെ സുഗമമായി കച്ചവടം ചെയ്യാനുള്ള ഒരു രീതിയിലാണ് വ്യാപാരികൾക്ക് അധിക ലോഡില്ലാതെ, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികളെ പ്രത്യേകം പരിഗണിച്ചതായിട്ടാണ് ഈ ബഡ്ജറ്റ് ഒരു ആദ്യ നോട്ടത്തിൽ എനിക്ക് കാണാൻ കഴിച്ചത്. ഈ ബജറ്റ് കോഴിക്കോടൻ ഹലുവ പോലെ മധുരമുള്ളതായിരുന്നു. നിലവിലുള്ള ബഡ്ജറ്റ് മാതിരി തന്നെയാണ് അവതരിപ്പിച്ചത്. അല്ലാതെ പുതുതായിട്ടൊന്നുമില്ലല്ലോ. പുതിയൊരു സാധനത്തിന് വില കൂട്ടിയിട്ടുമില്ല, കുറച്ചിട്ടുമില്ല. ഈ ബജറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ബജറ്റിന് സർക്കാരിന് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ട് കേന്ദ്രം വരെ ബുദ്ധിമുട്ടിക്കല്ലേ. ആ നിലയിൽ ഇപ്പം പാവപ്പെട്ട ഞാനും ഈ പെൻഷൻ വാങ്ങുന്ന ആളാണ്. അപ്പം എനിക്ക് ഇപ്പോൾ ഗവൺമെന്റ് കുറ്റം വരുന്ന കഴിഞ്ഞ മാസം ഒരു മാസം വരെ വാങ്ങിക്കണ്. 5 മാസം നമുക്ക് നിലവിലുണ്ട്. വളരെ ഉപകാരപ്രദമായ ബജറ്റ് കാണേണ്ടത് ആ ബജറ്റിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുടെ മേലിൽ അധിക ഭാരം വെക്കാതെയും എന്നാൽ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ പണം കണ്ടെത്താൻ വേണ്ടിക്കൊണ്ടുള്ള രീതിയിലായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ബജറ്റ്. സാധാരണക്കാരൻ എപ്പോഴും ഇവിടെ വളരെ ഡേഞ്ചറാണ്. ജീവിച്ച് പോരാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ആശ്വാസവും ഇല്ല. ഒക്കെ ആഴ്ചക്ക് വർദ്ധിപ്പിക്കാൻ വൈദ്യുതി കെട്ടിയ നികുതിയൊക്കെ നല്ല വർധന തന്നെ. ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാത്തത് ആശ്വാസകരം എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിക്കുന്നത്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.